സംശയം വേണ്ട മക്കളെ, ഒട്ടും സംശയം വേണ്ട. ഓർത്തഡോക്സ് വിശ്വാസികളെ, നിങ്ങൾക്ക് അല്പം കൂടി ആത്മവിശ്വാസമൊക്കെ ആവശ്യമാണ്. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ ദേ സകലതും പോയേ എന്ന് പറഞ്ഞ് നെഞ്ചത്തടിക്കും. സഭയ്ക്കുള്ളിൽ സഭാ നേതൃത്വത്തിനെതിരെ പ്രവർത്തിക്കുന്ന ഒരു വിഭാഗമുണ്ട്. അവർക്ക് ഉദ്ദേശം ഒന്നേ ഉള്ളൂ: സഭാ നേതൃത്വം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളെയും തെറ്റായി ജനത്തിന് മുന്നിൽ എത്തിക്കുക എന്നതാണത്. ഇവരുടെ ചരിത്രം പരിശോധിച്ചാൽ ഏതെങ്കിലും വഴിയിൽ ഒരു യാക്കോബായ കണക്ഷൻ കാണാം. ഒന്നുകിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് ചേക്കേറിയവർ, അല്ലെങ്കിൽ അമ്മയോ ഭാര്യയോ ആരെങ്കിലും ഈ വിഭാഗത്തിൽ നിന്നുള്ളവർ. പിന്നെ ചില മാനസിക രോഗികളുമുണ്ട്. അവർക്ക് എന്നും ആര് കാത്തോലിക്ക ആയാലും എതിർക്കണം എന്നൊരൊറ്റ ചിന്ത മാത്രമേ ഉള്ളൂ. മുൻ കാത്തോലിക്കമാരിൽ ചിലർ ഇവരെ ദേവലോകത്ത് വിളിച്ച് സംസാരിക്കുകയും തന്നോടൊപ്പം ഭക്ഷണം കഴിപ്പിക്കുകയും ചെയ്തപ്പോൾ ഈ വിഡ്ഢികൾ കരുതി ഇവരെ ഭയന്നിട്ടാണെന്ന്. മാന്യമായി പറഞ്ഞത് എന്താണെന്ന് ഇവർക്ക് അങ്ങോട്ട് പിടികിട്ടിയതുമില്ല. വല്ലതും കഴിച്ചിട്ട് പോയി പണി നോക്കടാ, നീയൊക്കെ ഇത്രക്കേ ഉള്ളൂ എന്ന നിലപാട് മനസ്സിലാക്കാനുള്ള ബുദ്ധി ഉണ്ടായിരുന്നുവെങ്കിൽ ഇവർ എന്നേ നന്നായേനെ. അവർ പ്രചരിപ്പിക്കുന്നത് ഈ ബാവാസഭയെ പിന്നിൽ നിന്ന് കുത്തുന്ന ആളാണ്. ഇവരുടെ പിന്നിലൂടെയുള്ള കുത്തിനെ മറയ്ക്കാനുള്ള ഇവരുടെ ഒരു ആയുധം മാത്രമാണ് ഈ ആരോപണം എന്ന് മനസ്സിലാക്കാതെ ചില നിഷ്കളങ്ക വിശ്വാസികൾ തെറ്റിദ്ധരിച്ച് ഇവരുടെ കൂടെ കൂടിയിട്ടുണ്ട്. ഇനി അവർ പറഞ്ഞത് അമ്പേ തെറ്റി എന്ന് വെളിവാകുമ്പോൾ പറയും, ഞങ്ങൾ അന്ന് അങ്ങനെ പറഞ്ഞത് കൊണ്ടാണ് ഇന്ന് സഭ രക്ഷപ്പെട്ടതെന്ന്. സഭയുടെ ഇന്നത്തെ നേട്ടത്തിനെല്ലാം കാരണം കണ്ടനാർ ഈസ്റ്റ് ആണ് എന്നിവർ പ്രചരിപ്പിക്കുന്നു. സഭയെ പറ്റി ഒരു ചുക്കും അറിയാത്ത പാവങ്ങൾ എന്നേ ഇവരെ പറ്റി പറയാനുള്ളൂ. സ്വയം ഉത്തരം താങ്ങുന്ന പല്ലികളായാൽ ബാക്കി കണ്ടു നിൽക്കുന്നവർക്കെല്ലാം മനസ്സിലാകും പല്ലിയുടെ ശക്തി. പക്ഷെ എപ്പോഴും പല്ലി ഉത്തരത്തിനടിയിൽ കാണും. കാരണം പിടിവിടാൻ പാടില്ലല്ലോ. പൊൻപണം കിട്ടിയ കുരുവി കൊട്ടാരത്തിന് മുന്നിൽ പോയിരുന്ന് അലയ്ക്കാൻ തുടങ്ങി. രാജാവിനേക്കാൾ സമ്പന്നൻ ഞാനാണ് എന്നായിരുന്നു അത്. കേട്ടുമടുത്ത് രാജാവ് കുരുവിയിൽ നിന്ന് പൊൻപണം പിടിച്ചെടുത്തു. ഉടനെ തുടങ്ങി, തമ്പുരാട്ടിക്ക് ഒരു താലി പണിയിക്കാൻ തമ്പുരാൻ എന്നെ പണം തട്ടിപ്പറിച്ചെന്ന്. ഇത് കേട്ട് മടുത്തിട്ട് ഈ നാശത്തിന്റെ നാണയം കൊടുത്തു വിടാൻ രാജാവ് കൽപ്പിച്ചു. പണം തിരികെ കിട്ടിയ കുരുവി വീണ്ടും തുടങ്ങി, തമ്പുരാൻ പേടിച്ച് പൊൻപണം തന്നേയെന്ന്. അതാണ് ഇവരുടെയും നിലപാട്. ഇനി യാക്കോകളോ, സ്വന്തമായി ചിന്താശക്തി ഇല്ലാത്ത കൂട്ടം. 2017 വിധി വന്നപ്പോൾ വ്യാഖ്യാനിയോസ് പറഞ്ഞു, വിധി നമുക്ക് അനുകൂലമാണ് എന്ന്. പാവങ്ങൾ കുറെ നാൾ അതും പറഞ്ഞു നടന്നു. വിധി ഉടനെ മാറ്റി എഴുതുമെന്ന് പറഞ്ഞായി പിന്നത്തെ നടപ്പ്. ഇങ്ങനെ ഓരോ നേരത്ത് ഓരോ നേതാക്കൾ പറയുന്നതല്ലാതെ ഒന്നും സ്വന്തമായി അറിയാത്ത അക്ഷര വിരോധികളുടെ കൂട്ടം. ഇപ്പോഴും ഒരുവൻ പറയുന്നു, ഞാൻ കേസ് കൊടുത്തപ്പോൾ എന്തോ നേടിയെന്ന്. എന്ത് നേടി? സെമിത്തേരി ബില്ലിലൂടെ നേടിയത് പട്ടിയെ കുഴിച്ചിടുന്നത് പോലെ അപ്പനെ കുഴിച്ചിടാനുള്ള അനുവാദമാണ്. അതൊരു വലിയ നേട്ടമല്ലേ? അടുത്തത് നിയമനിർമ്മാണം എന്ന ഓലപ്പാമ്പ്. കോടതി എന്ത് പറഞ്ഞു? വേണമെങ്കിൽ സർക്കാരിന് നിയമം നിർമ്മിക്കാം. എന്തിനു വേണ്ടി? 2017 വിധി നടപ്പാക്കുവാൻ അതിന്റെ ചുവട് പിടിച്ച നിയമം ഉണ്ടാക്കാമെന്നാണ്. അല്ലാതെ 2017 വിധിയെ മറികടക്കാൻ ഒരു നിയമം ഉണ്ടാക്കിയാൽ അതിന് നിലനിൽപ്പില്ല. രാജ്യ നിയമത്തിനെതിരെ ഏതൊരു സ്റ്റേറ്റിനും ഒരു നിയമം ഉണ്ടാക്കാൻ അധികാരവുമില്ല. അങ്ങനെ അധികാരം ഉണ്ടായിരുന്നെങ്കിൽ ഇന്ത്യ എന്നേ ചിന്നി ചിതറിപ്പോയേനെ. ഈ സത്യങ്ങൾ ഇനിയെങ്കിലും മനസ്സിലാക്കുക. മറ്റൊരു പരമസത്യം, യാക്കോ കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ പുനരുദ്ധാരകൻ എന്ന് നിങ്ങൾ പറയുന്ന നിങ്ങളുടെ കാത്തോലിക്കയായിരുന്ന CM തോമസ് അച്ഛൻ യഥാർത്ഥത്തിൽ ആരായിരുന്നു? അദ്ദേഹത്തിന് 100% ഉറപ്പുണ്ടായിരുന്നു താൻ നയിക്കുന്ന വിഭാഗത്തിന് സത്യമില്ലെന്ന്. അദ്ദേഹം പറഞ്ഞു, കേസിലൂടെ നമുക്ക് അവരെ ജയിക്കാനാകില്ല. പിന്നെ എന്ത് ചെയ്തു? അവസരം വന്നപ്പോൾ 1064 പള്ളികളുടെ ലിസ്റ്റ് സുപ്രീം കോടതിയുടെ കമ്മീഷന് നൽകി. എന്നിട്ടോ തന്ത്രപൂർവ്വം നിങ്ങളെ 2002 റഫറണ്ടത്തിൽ നിന്ന് മാറ്റി നിർത്തി. എന്തായി മക്കളെ ഫലം? പുത്തൻ കുരിശിലെ തന്റെ ഇടവക പള്ളിയുടെ കൈമാറ്റം എത്രയോ സമാധാനപരമായി നടന്നു. താക്കോൽ കൊണ്ട് മലങ്കര സഭ നിയോഗിച്ച വികാരിയുടെ കയ്യിൽ കൊടുത്തിട്ട് മാന്യമായി പത്രിയർക്കോ സെന്ററിൽ കയറിപ്പോയി. ഇത് ശ്രേഷ്ഠൻ അറിയാതെയാണെന്ന് നിങ്ങൾ കരുതി. അത് തന്നെയാണ് നിങ്ങൾക്ക് ചിന്താശേഷി ഇല്ല എന്ന് പറയാനുള്ള കാരണവും. പ്രധാന രംഗങ്ങളിലെല്ലാം അദ്ദേഹം മനസ്സുകൊണ്ട് ഓർത്തഡോക്സ് സഭയ്ക്ക് അനുകൂലമായിരുന്നു. മെത്രാൻ വേഷം നിലനിർത്തുന്നതിന് മാത്രം നിങ്ങളുടെ കൂടെ എന്ന് അഭിനയിച്ചു. കാര്യം മനസ്സിലായി കാണുമല്ലോ അല്ലെ? ഇനിയെങ്കിലും മനസ്സിലാകുക, നിങ്ങൾ ഒരിക്കലും പള്ളികളുടെ അവകാശികളാകില്ല. മഴുവന്നൂർ പോയാൽ നമ്മുടെ എല്ലാം പോകുമെന്ന് കൊച്ചി ഗ്രിഗോറിയോസ് തിരുമേനി പറഞ്ഞത് മറന്നു. ഓർക്കുക, മഴുവന്നൂരും ഇപ്പോൾ വിധിച്ച 6 പള്ളികളിൽ ഒന്നാണ്. അർത്ഥം എല്ലാം പോയി എന്നത് തന്നെയാണ്. മലങ്കര സഭ അന്നും എന്നും പറയുന്നു, കേസ് ഒരിക്കലും പ്രതികൂലമായി ഭവിക്കില്ല. ഒരു നിയമവും ഇതിനു മേലെ വരില്ല. ഈ നേതൃത്വം സഭയ്ക്ക് ദോഷം വരുന്ന ഒന്നും ചെയ്യില്ല, ഉറപ്പ്.